കപ്പൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു അപകടം പിടിച്ച മേഖലയിൽ കൂടിയാണ്. അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ലൈക്കും കൂടെ ഒന്ന് തട്ടിവിട്ടേ. കപ്പൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മാക്സിമം സ്പീഡിൽ തന്നെയാണ്. അതായത് കപ്പൽ ഇത്രയും വേഗത്തിൽ ഇവിടെ കൂടെ പോകാൻ കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇതിനടുത്താണ് സൊമാലിയ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നും കടൽ കൊള്ളക്കാർ ഏത് സമയവും ഇവിടെ പറന്നെത്താം. അതുകൊണ്ട് കപ്പലും പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഏരിയ ക്രോസ് ചെയ്യുന്ന സമയങ്ങളിൽ കപ്പൽ ജീവനക്കാർക്ക് എല്ലാവർക്കും ഒരു ഭയം തന്നെയാണ്. കാരണം കടൽ കൊള്ളക്കാരടുത്ത് നമുക്ക് അടിവെച്ച് ജയിക്കാനൊന്നും പറ്റത്തില്ല. കാരണം അവർ വരുന്നത് AK-47 അതുപോലത്തെ വലിയ വലിയ ഗണ്ണുകളും കൊണ്ടായിരിക്കും. നമ്മുടെ കയ്യിലാണെങ്കിൽ ഒരു കുന്തവും ഇല്ല. അഥവാ നമ്മുടെ കയ്യിൽ വല്ല കുന്തം കിട്ടിയാൽ പോലും അവരെ നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല എന്നാണ് മെർച്ചന്റ് നേവി റൂൾസ്. ഡോണ്ട് ആക്ട് ഹീറോ എന്നാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതായത് കടൽ കൊള്ളക്കാർ കപ്പലിൽ കയറിയാൽ നമ്മൾ ഹീറോയിനെ പോലെ അഭിനയിച്ച് നിൽക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഇതുവഴി രാവിലെ ക്രോസ് ചെയ്യുമ്പോൾ അത്ര കുഴപ്പമൊന്നുമില്ല, നല്ല സുരക്ഷിതം പോലെ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ രാത്രിയുള്ള കാഴ്ച എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ ഇപ്പൊ കാണിച്ചു തരാം. രാത്രി അപ്പോൾ ഈ ഏരിയ കടക്കുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പൊതുവേ ഞങ്ങൾ ഡെക്ക് ലൈറ്റ് എല്ലാം ഓഫ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പോൾ ഡെക്ക് ലൈറ്റ് എല്ലാം ഓൺ ചെയ്തിട്ടിരിക്കുന്നത്. അതും കുറച്ച് സമയത്തിന് ശേഷം. അത് കഴിഞ്ഞാൽ നാവിഗേഷണൽ ലൈറ്റ് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ രാത്രി നമ്മൾ കപ്പലിൽ നിന്ന് പുറത്തു നോക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്. ഫുള്ളും കൂരിരുട്ട് മാത്രമേ കാണൂ. ഇപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകാം, കപ്പലിൻ്റെ മുൻപ് ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ, അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ കപ്പൽ ഓട്ടിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ കപ്പൽ ഓട്ടിക്കുന്നത് മുന്നിലുള്ള കാഴ്ചകൾ കണ്ടിട്ടില്ല, റേഡാർ ഉപയോഗിച്ചാണ് അപ്പോൾ ഞങ്ങൾ കപ്പൽ ഓട്ടിക്കുന്നത്. അത് ഇപ്പോൾ ഓട്ടോ പൈലറ്റിലാണ് ഞങ്ങളുടെ കപ്പൽ ഇപ്പോൾ മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള കൂടുതൽ ഇൻഫർമേഷൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്.